لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും രാജ്യത്തെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത് വാഖിഅയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉൾക്കൊള്ളുന്ന വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിച്ചു തരുന്നുണ്ട്. ഭൗതിക ലോകത്ത് നമ്മുടെ ജീവിതം സമാധാനപരമായി തീരുന്നതിനു വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് പടച്ച റബ്ബ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പോലും. അവന്റെ മഹത്തായ അനുഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാവുന്നതുപോലെ വെള്ളം എന്ന് പറയുന്നത്, മഴ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും ആവശ്യമുള്ളതും വെള്ളമാണ്. കാരണം
ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ വെള്ളത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിതരണവും അതിൻ്റെ ക്രമീകരണവും അതെങ്ങനെയാണ് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി അള്ളാഹു നമ്മളോട് എപ്പോഴും ഇങ്ങനെ ഉണർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഉണർത്തലാണ് ഈ വചനത്തിലുള്ളത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ പാനം ചെയ്യുന്ന, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലുൻ, ഈ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് ഇത് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നത്, പെയ്യിപ്പിച്ചത്, ഇറക്കി തന്നത് നമ്മളാ അതോ നിങ്ങളാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ. ഫലൗലാ തസ്കുറൂൻ, നിങ്ങൾ എന്തപ്പാ നന്ദി കാണിക്കാത്തത് എന്നാണ്. നിങ്ങൾ നോക്കിയേ, വെള്ളമുണ്ടാക്കാനുള്ള മൂലകങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും വെള്ളമുണ്ടാക്കാൻ കഴിയില്ലല്ലോ. നമ്മളെ കയ്യിൽ ഒരു ബക്കറ്റില് നമ്മളൊക്കെ പഠിച്ചതുപോലെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഇട്ട് തന്നിട്ട് ഇനി കുടിവെള്ളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കാൻ കഴിയോ? പലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മിക്കവാറും നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ വില കൽപ്പിക്കാറില്ല. ഈ വെറുതെ കിട്ടുന്നതിൽ ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഈ മഴ എന്ന് പറയുന്നത്. നമുക്കതിൽ യാതൊരു പണിയില്ലാത്തത് കൊണ്ട് അതിനൊരു വിലയും നമ്മൾ കൊടുക്കുന്നില്ല. യാതൊരു അധ്വാനവും ഇല്ലാതെ ലഭിക്കുന്ന മറ്റൊന്ന് നമ്മുടെ ആയുസ്സിന് നമ്മൾ വേറെ ഒരു വിലയും കൊടുക്കാറില്ലല്ലോ. നമുക്കൊരു രോഗം വന്ന് ഇനി മുന്നോട്ടില്ല എന്നൊരു ഘട്ടം വന്ന് നിൽക്കുമ്പോൾ ആകപ്പാടെ കടന്ന് ബേജാറായി അസ്വസ്ഥതപ്പെടുന്നല്ലാതെ വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നവൻ പറഞ്ഞതുപോലെ ക്രമീകരിക്കുക, അതിനാണല്ലോ വില കൽപ്പിക്കുക എന്ന് പറയാം. അങ്ങനെ ഒന്നും പലപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. പ്രിയരെ, അല്ലാഹുവാണ് മഴയുടെ തോതും രീതിയും ഏതളവിൽ വേണം, അതിൻ്റെ ഊക്കും ഉശിരും എത്രത്തോളം വേണം, അത് എവിടെയെല്ലാം എത്ര അളവിൽ നൽകണമെന്നൊക്കെ പടച്ച റബ്ബാണ് തീരുമാനിക്കുന്നത്. ഈ വക കാര്യങ്ങളിലൊന്നും ലോകത്ത് ഒരു മനുഷ്യനും കഴിവില്ല, അതിന് നിജപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് മഴയില്ലാത്തടത്ത് മഴ എത്തിക്കാനോ, മഴയുള്ളിടത്ത് മഴ കൂടിയ ഇടങ്ങളിൽ നിന്ന് അത് ഇല്ലാതാക്കാൻ ഏത് ശാസ്ത്രത്തിനാണ് കഴിയുക? പഠിച്ചോന്റെ ഒരു ചോദ്യമുണ്ട് കേട്ടോ, നമ്മളിത് കൃത്യമായി പഠിക്കണമെന്നുള്ള നിലക്ക അങ്ങനെ തന്നെ അത് സൂചിപ്പിക്കുന്നത്. മാനത്ത് നിന്ന് വിണ്ണിൽ നിന്ന് പെയ്യുന്ന ഓരോ തുള്ളി വെള്ളവും അത് കൃത്യമായ കണക്കനുസരിച്ച ഈ മണ്ണിൽ നമ്മൾ അതിങ്ങനെ ശേഖരിച്ചു വെക്കുന്നുണ്ട്, കെട്ടി നിർത്തുന്നുണ്ട്. അള്ളാഹു മണ്ണില് അതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നമ്മൾ പഠിച്ചു നോക്കി. നമുക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അതിനെങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടാണല്ലോ കിട്ടുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇന്ന് കോരി വെക്കുന്ന വെള്ളം, നമ്മൾ പാത്രത്തിലാക്കി വെക്കുന്ന വെള്ളം, നാളെ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കോരി വെച്ച വെള്ളം ഇന്ന് നമ്മൾ കാണാം അത് പഴയ വെള്ളമാണെന്നാണ് പറയുന്ന ആളുകൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അത് 3 ദിവസം മുമ്പുള്ള വെള്ളമാണ്, അത് പുതിയ വെള്ളം ഞാൻ കോരിക്കൊണ്ടുവന്ന് തരാമെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ല ഈ മണ്ണിൽ എത്ര വൃത്തിയായി ഇത് ഒരുക്കി വെച്ച് വൈന്ന. എന്നിട്ട് അള്ളാന്റെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ഇത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയൂട്ടോന്നാണ്. ഭൂമിയിലെ മണ്ണും ഭൂമി ശാസ്ത്രവും ക്രമീകരിച്ചവനല്ല മഴ വർഷിപ്പിക്കുന്നതെങ്കിൽ എന്തുമാത്രം അപകടങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകുമായിരുന്നു. എവിടെയൊക്കെ കുന്നുകളും മലകളും കാടുകളും പുഴകളും ഉണ്ട് എന്നറിയുന്നവനാണ്. അതിനനുസരിച്ചാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ മഴയല്ലല്ലോ പെയ്യുന്നത്. ആ ബോർഡറിൽ ചെന്നാൽ അറിയാം. പാലക്കാടിന്റെ ബോർഡർ നേരെ ചെന്ന് നിങ്ങൾ അപ്പുറത്തേക്ക് അങ്ങ് നോക്കിയാൽ ഒരു പുഴയുണ്ട് അവിടെ. ആ പുഴയുടെ അപ്പുറത്ത് മഴയുണ്ടാവില്ല, ഇപ്പുറത്ത് കനത്തിൽ പെയ്യുന്നുണ്ടാവും. ഇതിന്റെ ഒരു തണുപ്പ് മാത്രമാണ് അവിടെ ഫീൽ ചെയ്യുക.
ഈ വെള്ളം അവിടെ പെയ്താൽ ആ അവസ്ഥയല്ല അതിനുണ്ടാവുക. എന്നുവെച്ചാൽ മണ്ണ് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ, അതാണ് ആ പദത്തിന്റെ അർത്ഥം. നമ്മളിത് മനസ്സിൽ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു കഴിവുള്ളൊരു പടച്ചോനല്ലേ അല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കേണ്ടത്. അവിടേക്ക് അതിനപ്പുറത്തേക്ക് അല്ലല്ലോ നമ്മുടെ മനസ്സ് പോവേണ്ടത്. മണ്ണ് ക്രമീകരിച്ചവൻ വിണ്ണിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നത് എത്ര പ്രധാനമാണ്. ഇതിന്റെ ശാസ്ത്രീയത നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. അതിനു മുമ്പ് ജലമില്ലെങ്കിൽ ജീവനില്ലല്ലോ. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. ഈ ചോദ്യങ്ങളൊക്കെ അള്ള ചോദിക്കുന്നതിന്റെ കൂടെ പടച്ചോനോട് ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? നിങ്ങൾ എന്താ റബ്ബിനെ മനസ്സിലാക്കാത്ത? അള്ള ചോദിക്കുക, നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? അങ്ങനെ ചോദിക്കാത്ത ഒരു വചനവും ഖുർആനിൽ വേറെ ഇല്ല. ഇവിടെ അള്ളാഹു പറഞ്ഞു തരുന്നത് എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ്, ജീവനുള്ള മുഴുവൻ വസ്തുക്കളും വെള്ളത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പറച്ചും പറഞ്ഞ എത്ര സത്യ. ഞാൻ ഇതിന്റെ അവസാനത്തിൽ ഇത് എന്തിനങ്ങനെ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭ്രൂണത്തിന്റെ 80% വെള്ളമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിനെ നമ്മൾ പറയുക ശരിക്കും ജലജീവി എന്നാണ്. ആ കുട്ടി അവിടെ വളരുന്നെന്നുള്ളതാണ്. അത്ര വരെ വെള്ളത്തിലാണ് നമ്മുടെ വരവ്. ഒരു നവജാത ശിശുവിന്റെ 74% വെള്ളമാണ്. പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. രക്തത്തിന്റെയും ജീവകോശങ്ങളുടെയും മുഖ്യ ഘടകം വെള്ളമാണ്. അസ്ഥികളിൽ 22% വെള്ളമാണ്. വെള്ളം ശരീരത്തിൽ നിന്ന് കുറഞ്ഞാൽ ആദ്യം നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോകും. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമായി റബ്ബ് ചോദിക്കുന്നതായി ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന അവ്വല മാ യുസ്അലു അൻ യൗമൽ ഖിയാമത്തി യഅനി അൽ അബ്ദ് മിനൻ നഈമി അൻ യുഖാല ലഹു. ഒരടിമയോട് അവന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി നാളെ പരലോകത്ത് നിന്ന് ചോദിക്കുക, അലം നുസഹ്ഹലക ജിസ്മക്, നിന്റെ ശരീരത്തിന് ഞാൻ ബലം തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ? വനുറവ്വിയക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് കുടിക്കാൻ ശുദ്ധമായ ജലം തന്നില്ലേ? ഇതിന്റെ കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് നമ്മൾ ജീവിക്കുന്ന നാടിന്റെ പ്രത്യേകത കൂടി മനസ്സിലാവും. വെള്ളമാണ് പുരോഗതിയുടെ അഭിവൃദ്ധിയുടെ അടിസ്ഥാന ഘടകം. ഓക്കെ, നമ്മൾ സംസമിന്റെ പാഠം അതാണ്. വിജനമായ സ്ഥലത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം വന്നപ്പോഴാണ് ആ നാട് മുഴുവനും നാഗരികമായി തീരുന്നത്, അല്ലെ? അയ്യൂബ് അലൈഹിസ്സലാമയുടെ, മറിയം ബീവിയുടെ ഒക്കെ ജീവിത ചരിത്രത്തിൽ ഖുർആൻ പറഞ്ഞു തരുന്നിടത്ത് വെള്ളമുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ലോകത്ത് നടന്ന ജലപഠനത്തിന്റെ കണക്കുകള് ഞെട്ടിപ്പിക്കുന്നതാണ്. അടുത്ത കാലത്തൊരു അപൂർവമായ വസ്തുവായി ജലം മാറും എന്നാണ്. എന്നെ ഈ പദത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഗ്രാഹ്യമായി ആലോചിക്കണം. ശുദ്ധജലം, അതിൻ്റെ അളവ് 20 വർഷം കൊണ്ട് 1/3 കുറഞ്ഞു വന്നു എന്നും അതിൻ്റെ ഉപയോഗമാവട്ടെ ഇരട്ടിയാവുകയും ചെയ്തു എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പഠിക്കാട്ടോ. ഇതിന്റെ ശാസ്ത്രീയത നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യ, ദക്ഷിണ പൂർവേഷ്യ, ദക്ഷിണ ചൈന, ജപ്പാൻ, അതോടൊപ്പം തന്നെ ഈ പശ്ചിമാഫ്രിക്കയുടെയും മധ്യാഫ്രിക്കയുടെയും ചില ഭാഗങ്ങൾ, ഇത്ര ഇടങ്ങളിൽ മാത്രമേ ലോകത്ത് കാലവർഷം മൺസൂൺ എന്ന് പറയുന്നത് ഈ കൃത്യമായി വരുന്നുള്ളൂ. ഭൂമി ലോകത്തുള്ള ബാക്കി എല്ലാ നാടുകളിലും എല്ലാ ദേശങ്ങളിലും അവിചാരിതമായി വരുന്ന ഒരു അതിഥി മാത്രമാണ് മഴ എന്ന് പറയുന്നത്. കൊണ്ടാണ് നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ GCCയിലൊക്കെ പെയ്യുന്ന മഴ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവിടെ ചെന്ന് നോക്കിയിട്ട്, ഇപ്പൊ മക്കത്തൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പെയ്യണ മഴ കണ്ട നമ്മൾ ബേജാറായി പോകും. ഈ ഒരു സിസ്റ്റത്തിലല്ല അവിടെയുള്ളത്. എങ്ങനെയാണിത് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് അറിയാം, സ്കൂളിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഞാനത് ചില
ഖുർആനിക വചനങ്ങളിൽ ഇത് ഇത്ര കൃത്യമായി എങ്ങനെ പറയാൻ സാധിച്ചു എന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. സൂര്യന്റെ ചൂട് കൊണ്ട് ഭൂമിയിലെ ജലാശയങ്ങളിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയർന്ന് സൂറത്ത് ഹിജ്റില് ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വാക്യ എന്ന് പറഞ്ഞാല് തഫ്സീറിന്റെ ഉലമാ അതിന് പഴയ കാലത്ത് ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കാറ്റിനെ അള്ളാഹു അയച്ചു എന്നാണ്. ആ കാറ്റ് എങ്ങനെ അറിയാം? ഈ ജലത്തിന്റെ ഘടകങ്ങൾ വേർപിരിഞ്ഞ് അതെങ്ങനെ കണികകളായി നിൽക്കുമ്പോൾ ഈ കാറ്റാണ് അതിനെല്ലാം എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് കൂട്ടുന്നത്. എന്നിട്ട് ആ നീരാവിയെ ഘനീഭവിപ്പിച്ച് മേഘങ്ങളാക്കി അനുകൂലമായ സാഹചര്യങ്ങളിൽ അത് പെയ്യിപ്പിച്ച് അത് ഭൂമിയിലേക്ക് തന്നെ വീണ്ടും പെയ്തിറക്കിയിട്ട് ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കുദറത്ത് അല്ല പറയുന്നിടത്ത് ഇതൊക്കെ കണ്ടെത്തുന്നത് എപ്പോഴറിയാം? 19-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകന് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു എന്നതാണ്. കൊണ്ടാണ് ഖുർആൻ ഞങ്ങളുടെ കൈകളിലായിരുന്നുവെങ്കിൽ, അത് ഞങ്ങൾക്ക് പറഞ്ഞത് സൂറത്ത് യാസീനില് വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, എവിടെ സൂര്യനെ ചന്ദ്രനെ എല്ലാം ഇങ്ങനെ ഭംഗിയായി പറഞ്ഞു തന്നിട്ടാണ് ഖുർആൻ എവിടെ നിർത്തുന്നറിയോ? വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, ഈ സ്പേസിൽ ഇതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. ഈ വചനം ഞങ്ങളുടെ കൈകളിലെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ഒരൊറ്റ വാക്കുകൊണ്ട് ലോകത്തെ ഞങ്ങൾ കീഴ്പ്പെടുത്തുമായിരുന്നു എന്ന് ഇന്ന് ലോകത്ത് എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുനാട്, ചില നേതാക്കന്മാര് ആ നാടിന് കൊടുത്ത പേര് തെമ്മാടി രാഷ്ട്രം എന്ന് വരെ പേര് കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചുനാട്ടിലെ ആളുകളാ പറഞ്ഞ് ഞങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തുമായിരുന്നു എന്ന്. പക്ഷേ അതിന്റെ അനുയായികളായ ഞമ്മക്ക് എന്ത് ചെയ്യുന്നില്ല അറിയാം? വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹു എന്നുള്ളത് ഞമ്മക്ക് ഓതിയാ തിരിയോ എന്നുള്ളതാണ് പ്രശ്നം. പ്രിയരെ, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുക്കാമൻ ഫതറൽ വദ്ഖ യുഖ്രിജു മിൻ ഹിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ. എന്തൊരു രസമുള്ള ആശയം, ശാസ്ത്രീയത പറയുന്നത്. സൂറത്തു നൂറിലെ 43-ാമത്തെ വചനം അല്ലാഹു കാർമേഘങ്ങളെ, മേഘക്കൂട്ടങ്ങളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനെ കൂട്ടിയിട്ട് അതിനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി നിർത്തുന്നു. അതിന്റെ ബലം, അതിന്റെ ഘനം എത്രയെന്ന് നമ്മൾ ശരിക്കും പഠിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് സൂചനകളൊക്കെ നമുക്ക് പിന്നീട് തരാം. എന്നിട്ട് അതിനെ നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ആ മേഘക്കൂട്ടത്തിൽ നിന്ന്, കാർമുകിൽ നിന്ന്, വെൺമുകിൽ വേറെ, അത് സൗന്ദര്യവും തണലുമായി മറ്റൊരു ഭാഗത്തുണ്ട്. ഈ മഴക്കൂട്ടങ്ങളിൽ നിന്ന് അതിൽ നിന്ന് വെള്ളങ്ങൾ ഇങ്ങനെ ഇറക്കുകയാണ്. എന്നിട്ട് അതിനിടയിലൂടെ വെള്ളത്തുള്ളികൾ വീഴുന്നു. ആകാശത്തു നിന്ന് പടച്ചവൻ വലിയ പർവ്വത സമാനമായ ഹിമങ്ങളെ, ഐസ് കട്ടകളെ ഇറക്കിത്തരുന്നുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫയുസീബു ബിഹി മൻ യശാ വയുസ്രിഫുഹു അമ്മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നിടത്ത് അത് പെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് അതിനെ മാറ്റുന്നു. വലിയ വലിയ കണ്ടെത്തലുകളിലൂടെ, പഠനങ്ങളിലൂടെ, നിഗമനങ്ങളിലൂടെ മനുഷ്യന്റെ ചില ചിന്തകൾ ഇത് വളരെ കൃത്യമായി അപഗ്രഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്കും പറയാൻ എന്താ കഴിയാന്നറിയോ? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയാന്നല്ലാതെ, ഇപ്പൊ സ്കൂളുകൾക്ക് നമ്മൾ ഒഴിവ് കൊടുക്കും, കലക്ടർമാർ കൃത്യമായ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒഴിവിട്ടിയ ദിവസം മഴ തന്നെ ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇല്ലാത്ത വേറെ ദിവസം നോക്കിയാൽ ഭയങ്കര മഴയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് സങ്കല്പങ്ങളാ കഴിയുക. ഒരു സെക്കൻഡില് 16 ദശലക്ഷം ടൺ വെള്ളം നീരാവിയായി ഉയരുന്നുണ്ട്. ഒരു സെക്കൻഡിൽ അത്ര തന്നെ വെള്ളം മണ്ണിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിശ്ചിത അളവിൽ വെള്ളം സന്തുലിതമായി മുകളിലേക്കും താഴോട്ടും ചംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ മാ ഉൻ മുബാറക്, മാ ഉൻ തഹൂർ എന്ന് പറയുന്നത്. മാ ഉൻ മുബാറക് അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം. അപ്പൊ എല്ലാ കാലവർഷത്തിലും പെയ്യുന്ന മഴയുടെ അളവ് ഒന്നാണ്.
നിങ്ങൾ നോക്കിയേ, ശുദ്ധജലം എവിടെ നിന്ന് നമുക്ക് കിട്ടുക? അത് മഴയിൽ നിന്ന് മാത്രല്ലേ. അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോ ആ ആയത്തിന്റെ ബയാനിൽ നമുക്ക് കാണാം, ഭൂമിയിലെ വെള്ളത്തിന്റെ 97% വെള്ളവും ഉപ്പ് കലർന്ന വെള്ളമാണ്. ശേഷിക്കുന്ന 3%-ൽ 2% മഞ്ഞും അതേപോലെ ഹിമവും മലകളായി നിൽക്കുന്നു, ചൂടേൽക്കുമ്പോൾ ഒഴുകിക്കൊണ്ടുവരുന്നതാണ്. ബാക്കി ഒരേ 1% ഈ മണ്ണിലെ ശുദ്ധജലം, അതിൽ നിന്നാണ് മനുഷ്യരും പക്ഷിമൃഗാദികളും എല്ലാം ഉപയോഗിക്കുന്നത്, ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നത്. ഈ 1% അധികവും പശ്ചിമേഷ്യൻ ഭാഗങ്ങളിലാണ് നിലകൊള്ളുന്നത്. ശരിക്കും പഠിക്കണം, എന്തിനാണ് ഈ യുദ്ധങ്ങൾ? ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹത്തായ രാജ്യത്തിന് അവിടെ രാസായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ പല കൂട്ടങ്ങളും കൊന്നും കൊലവിളികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലാതാക്കിയത്, അവരുടെ വരുതിയിൽ വരുത്തിയത്. ഇപ്പോൾ അന്ന് രാസായുധമാണെങ്കിൽ ഇന്ന് ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് കീഴ്പ്പെടുത്തുന്നു. ലിബിയയുടെയും അതേപോലെ തന്നെ പഴയ പേർഷ്യയുടെയും ഒക്കെ ആ മണ്ണിന്റെ അടിയിൽ അതിന്റെ കണക്ക് സൂചിപ്പിക്കുന്നുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് ഘനത്തിൽ വെള്ളത്തിന്റെ സ്രോതസ്സുണ്ട് എന്ന്. അടുത്ത 500 വർഷക്കാലം വെള്ളമെടുത്താലും തീരാത്തത്ര ശുദ്ധജലം ഓടിക്കൊള്ളുന്നതാണ് ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. വെറുതെയല്ല ആക്രമണം. ബാക്കി നിങ്ങൾ ചേർത്തി ആലോചിച്ച് നോക്കുക. പിന്നെ പല മൃഗങ്ങളെയും പിടിച്ചു വേറൊരു മൃഗമാക്കി മാറ്റിയിട്ട് ആക്രമിക്കുന്ന, തല്ലിക്കൊല്ലുന്ന പല ചിത്രങ്ങൾ ലോകത്ത് കാണാം. സഹോദരങ്ങളെ, ഞാനത് സൂചിപ്പിച്ചത് അത് നിങ്ങൾ വേറെ നിലക്ക് ആലോചിക്കാൻ വേണ്ടിയാണ്. ഈ പഴയ പേർഷ്യയുടെ ഒക്കെ അടിഭാഗത്ത് 500 അല്ല 1000 ഒരു സഹസ്രാബുദം ഊറ്റിയാലും തീരാത്ത അത്ര ശുദ്ധജലം ഉണ്ടെന്ന്. ഇനി ഒരു കാലത്ത് ലോകത്ത് യുദ്ധം ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ എണ്ണകൾക്ക് വേണ്ടിയല്ല, ശുദ്ധജലത്തിന്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ശുദ്ധജലത്തിന് പൈസ ഉണ്ടാവും. ഇന്ന് പാലിനേക്കാളും വില മാറി വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കാനാ. ഈ ഉപ്പ് രസമുള്ള വെള്ളത്തെ നീരാവിയാക്കി ഉയർത്തിയിട്ട് 2 ഘടകങ്ങളായി വേർപിരിയുമ്പോ ആ ഉപ്പ് രസം താഴെ കിടക്കുകയാ. താഴോട്ട് പോരുമ്പോ വ്യത്യസ്ത മൂലകങ്ങളോട് കൂടിയാണ് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളും അതിൽ നിറച്ചു വെച്ചാണ് അള്ളാഹു കൊണ്ടുവരുന്നത്. വായുമണ്ഡലത്തിലെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ചെമ്പ്, സിങ്ക് തുടങ്ങിയ എല്ലാ വസ്തുക്കളും ലയിച്ചു ചേർന്നാണ് അത് മണ്ണിലേക്ക് ചേരുന്നത്. അതുകൊണ്ടാണ് ഒട്ടും വളക്കൂറില്ലാത്ത തരിശു നിലത്ത് പോലും മഴയേൽക്കുമ്പോ ഫലഭൂയിഷ്ടമായി മാറുന്നു, സസ്യലതാദികൾ മുളക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂട്ടോ, നിങ്ങൾക്ക് അറിയാത്തതല്ല. പക്ഷെ ഖുർആൻ അതിനെ പറഞ്ഞ എങ്ങനെ അറിയാം? വല്ലാഹു അൻസല മിനസ്സമായി മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. അവിടെയും അല്ലാഹു ഉപയോഗിച്ചു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. മാനത്തുനിന്ന് വെള്ളമിറക്കി തന്നു. നിർജീവമായ ഈ മണ്ണിനെ അല്ലാഹു സജീവമാക്കി. ഒരു കുളത്ത് നിങ്ങൾ കുറച്ച് വെള്ളം അടിച്ചു നോക്കി, ആ വെള്ളം കൊണ്ടിട്ടും ഈ റോഡിന്റെ വക്കിലും മണ്ണിലൊന്നും പുതിയതൊന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരൊറ്റ പുതുമഴ പെയ്താൽ പിറ്റേന്ന് നോക്കിയാൽ എല്ലാം മുളച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിന്റെ പ്രത്യേകതയാണ്. ഖുർആനിലെ 30-ൽ പരം സ്ഥലങ്ങളിൽ മഴയെക്കുറിച്ച് പരാമർശമുണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ ഒരു മിനിറ്റ് വരണം, അശ്രദ്ധയില്ലാതെ കേൾക്കണം. 7-8 പദങ്ങൾ ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മത്തർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ മത്തർ എന്നുള്ളത് ശരിക്കും മഴനെ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ശിക്ഷയായി വരുന്ന മഴയ്ക്ക് മാത്രമാണ് പിന്നെ അധികവും ഈ മത്തർ എന്ന വാക്ക് ഉപയോഗിച്ചുള്ളത്. പിന്നെ ഉപയോഗിച്ചെന്തറിയോ? വൈസ്, സയ്യിബ്, വാബില്, തുല്ല്, ബർദ്, മാ, മത്തർ, റഹ്മത്ത്, ഇങ്ങനെ കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദം പ്രിയരെ, ഞാൻ നേരത്തെ നിങ്ങളോട് മഴക്കാടുകളെ കുറിച്ച്, മൺസൂണിനെ കുറിച്ച് സൂചിപ്പിച്ചു. മഴക്കാടുകൾക്ക് മാത്രം പരിചയമുള്ള വാക്കുകളാണിത്. എന്ന് വെച്ചാൽ കേരളം പോലുള്ള കൃത്യമായ മൺസൂൺ വരുന്ന രാജ്യങ്ങൾക്ക് മാത്രം അറിയാവുന്ന വാക്കുകളാണ്. 1.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത
ഒരു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പദത്തിന്റെ ആശയങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമല്ല. നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഈ വോയിസ് എന്ന് പറഞ്ഞ പേമാരിയാണ്, കുത്തിയൊലിക്കുന്നത്. ഈ ഓരോ വാക്കുകളും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഞാൻ നേരത്തെ എണ്ണിയ മൺസൂണുള്ള നാട്ടിൽ മാത്രം വരുന്നതാ. അറബികൾക്ക് ഇങ്ങനെ ഒരു മഴനെ കുറിച്ച് പോലും അറിയില്ല. എങ്കിൽ അവിടെ ഖുർആനിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് നമ്മൾക്ക് അവിടെ കാണാം അല്ലെ. ഇനി അതോടൊപ്പം തന്നെ ഭൂമിയിൽ അത് പതിക്കുന്ന അതിൻ്റെ ഒരു വേഗതയുണ്ടല്ലോ. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് എത്ര അറിയോ? ഒരു 1200 മീറ്റർ മുകളിലാണ്. സാധാരണഗതിയിൽ ഒരു മഴത്തുള്ളിയുടെ വലിപ്പത്തിലുള്ള ഒരു വസ്തുവിന്റെ ഭാരം കൂടി വെച്ചു നോക്കിയാൽ അത് അതിന്റെ ശക്തിയില് മണിക്കൂറിൽ 558 കിലോമീറ്റർ വേഗതയിൽ എന്ത് ചെയ്യാം, അത് മണ്ണിലേക്ക് വരും. പക്ഷെ ഈ വേഗതയിൽ ഒരു വസ്തു താഴോട്ട് വന്ന് വീണാൽ ഗുരുതരമായ അപകടം ഉണ്ടാവുക, നാശം ഉണ്ടാവുക. അതേ സ്ഥാനത്ത് 8 മുതൽ 10 കിലോമീറ്റർ സ്പീഡിലാണ് ഈ സാധനം ഇങ്ങനെ താഴത്തേക്ക് വരിക. അതന്നെ നമുക്ക് ഈ രാത്രിയൊക്കെ വാഹനത്തിൽ പോകുമ്പോൾ ആ മഴ പെയ്യുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെ അല്ല അത് തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന രാജ്യത്തുള്ള അവസ്ഥകൾ ശരിക്കും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനത് നീട്ടിപ്പറയല്ല. ഈ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെല്ലാം മരുഭൂമിയിലെ ഹബീബായ റസൂൽ പറഞ്ഞെങ്കിൽ അതാണ് ഖുർആനിന്റെ മുഅ്ജിസത്ത്, അതാണ് ഹബീബായ റസൂലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം ഒരുക്കി വെച്ച് തന്നിട്ട് പടച്ചോൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ പടച്ചോനെ കണ്ടെത്തണം. ആ പടച്ചോനോട് മാത്രം, അവനോട് മാത്രം ദുആ ചെയ്യണം. ഖുർആൻ എന്താന്ന് നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് ഈമാന് വേണോ? നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ഈമാന് വേണോ? നമ്മളെ പടച്ചോൻ എത്ര ഭാഗ്യവാന്മാരാക്കി. ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഉണ്ടാക്കി തന്നല്ലോ. എന്നിട്ട് ഈമാന് വേണോ? നിങ്ങൾ ഖുർആൻ പഠിക്കണം. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. എന്താ ഖുർആൻ? വളരെ മനോഹരല്ലേ? തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥം ലാ റൈബ ഫീഹി, അതാണ് ആദ്യം പറയണത്. ഇത് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഇതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട കേട്ടോ. ഇത് എവിടുന്ന് വരുന്നതാ? ഇത് ആര് പറയണതാ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിയൂലല്ലോ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അം യഖൂലൂന ഇഫ്തറ, ആരെങ്കിലും കെട്ടിച്ചമച്ചു പറഞ്ഞു എന്ന ധാരണയുണ്ടോ? ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക്, അത് റബ്ബിങ്കിൽ നിന്നുള്ള വാക്കാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഖുർആന് പഠിക്കാൻ നമുക്ക് സമയം വേണം. എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങളൊക്കെ പലതിനെയൊക്കെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അവഗണിച്ചിട്ടുണ്ടാവുക ഖുർആനായിരിക്കും. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു ഖുർആൻ എന്നാണ്, നമ്മൾ പരിഗണിക്കാത്തൊരു ഖുർആൻ. എങ്ങനെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുക? ഖുർആനിലൂടെ പോയാലല്ലേ ഇസ്സത്ത് ഉണ്ടാവുള്ളൂ. ഖുർആനിലൂടെ സഞ്ചരിച്ചാലല്ലേ നമുക്ക് അള്ളാഹു ബർക്കത്തിനെ തരുള്ളൂ. നുബുവത്തിന്റെ 13ാമത്തെ കൊല്ലം സഹാബത്ത് മക്ക വിട്ട് മദീനത്തേക്ക് ചെന്ന് ഈ ദുരിതത്തൊന്നും കഷ്ടപ്പാടുന്നൊക്കെ മാറിയിട്ട് ഒരല്പം ചെറിയൊരു ആശ്വാസം സഹാബത്തിന് കിട്ടിയപ്പോ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ എന്തോ ഒരു ചെറിയ ആലസ്യം വന്നില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂറത്ത് ഹദീദിൽ ഒരു ആയത്തുണ്ട്, അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അവരോടാ ചോദിക്കണത്, അള്ളാഹുവിന്റെ കലാമിലേക്ക് ഓടിയെടുക്കാൻ, കീഴ്പ്പെടാൻ നിങ്ങൾക്കിനിയും സമയമായില്ലേ? സഹോദരങ്ങളെ, ഈ സമയത്താണ് ഒരായത്തിറങ്ങുന്നെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനേക്കാളും കൂടുതൽ അള്ളാഹ് ആരേക്കും കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരായത്തോതാത്ത, അള്ളാഹിനോട് പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാത്ത ഒരു ദിനം പ്രിയരെ നമുക്കുണ്ടാവരുത്. അതിനാണ് ഈ അനുഗ്രഹങ്ങളെ മുഴുവനും നമ്മളിങ്ങനെ ചേർക്കുന്നതിന്റെ അള്ളാഹു അടുക്കാനുള്ള നിമിത്തമായി ഈ അനുഗ്രഹങ്ങളെ മാറ്റണം. അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ 97% വെള്ളം ഉപ്പുജല അല്ലേ, ഉപ്പുരസമുള്ളതാ,
ഈ ഒറ്റ ശതമാന ഈ മഴയിൽ കൂടി ഇത് കൂടെ നമുക്ക് ഈ 3% നിന്ന് കിട്ടുന്നത്. അതും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ പ്രദേശത്ത്. ഇതിന് 0.5% കൂടി ഉള്ളുന്നത് ഏഷ്യയിലെ ഏറ്റവും ശുദ്ധജലമുള്ളത് ശിരുവാണിയിലാണെന്നാണ്. അതാണ് പഠനം. ആ പഠനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒന്ന് പോയി നോക്കണം. നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ടത്. പടച്ചമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് കുറെ കാലമൊക്കെ അനുഭവിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. പല ഉലാത്തസ്കുറൂൻ, കിടക്കുമ്പോ പൂട്ടുന്ന സമയത്ത് കിടക്കുന്ന മാടിന് ഓക്കെ മിച്ചർ അല്ല കൊടുക്കുക. എന്താ കൊടുക്കൽ? നല്ല പൂശ കൊടുക്കുക, അല്ലെ? നല്ല അടിയ കൊടുക്കുക. ചേർത്തി വായിക്കുക. അള്ളാഹുവിനോട് അങ്ങേ അറ്റത്ത് നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. നന്ദിയുള്ള അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ തൃപ്തിപ്പെടുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കള് ശരിയായ വഴിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വായിക്കേണ്ടത് വായിക്കണം. വായിച്ച് വളർന്നാൽ എന്താവുന്നൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ചെറുപ്പത്തിൽ. വായിക്കാതെ വളർന്നാൽ അങ്ങനെയും പഠിക്കണം. വായിക്കേണ്ടതാണ് വായിക്കേണ്ടത്. അതെന്താ? അതാണ് അള്ളാഹുവിൻ്റെ കലാം. ആ കലാം ഒരു 5ാം ക്ലാസ് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ മക്കൾ ഒരു പക്ഷേ ഈ ഭാഗത്തു നിന്നൊക്കെ മദ്രസ പഠനവും നിർത്തി പിന്നെ അവൻ്റെ ലോകത്തേക്ക് പോയിട്ടുണ്ടാവും. ഒരു വേള അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ചെന്നുപെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, ആ മക്കൾക്കും ദീന് കിട്ടാൻ നമ്മുടെ വ്യവസ്ഥാപിതമായ വഴിയാണ്. പഠന പരിശീലന പരിപാടികൾ ആവശ്യമാണെങ്കിൽ പുതിയ ബാച്ച് നമ്മുടെ മക്കൾക്ക് ജൂൺ 22-ാം തീയതി ഈ ഞായറാഴ്ച മുതൽ നമ്മൾ CRE എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും. ആ പരിശീലനത്തിൽ നമ്മുടെ ഈ മദ്രസ പഠനം കഴിഞ്ഞിട്ടുള്ള എല്ലാ മക്കളെയും നമ്മൾ എത്തിക്കണം. ദീനുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽപ്പെട്ട 11 വയസ്സുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കുടുംബത്തിൽ ഒരു ചെറിയ കുട്ടിക്കൊരു സർജറി അടുത്ത ദിവസം. അവരുടെ മജ്ജ മാറ്റിവെക്കുന്ന സർജറിയാണ്. ആ മജ്ജ എടുക്കുന്നത് പോലും ഇടുന്നറിയോ, അതിൻ്റെ കൊച്ചനുജൻ 1 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ നിന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾക്കാണ് ലോകത്തെ ഏറ്റവും വലിയ കരുത്തുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് ശിഫ നൽകുകയും ആഫിയത്ത് നൽകുകയും കുടുംബത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ ജീവിക്കാൻ സമാധാനം ആവശ്യമാണ്. ഇസ്ലാം എന്നും യുദ്ധത്തിനെതിരാണ്. യുദ്ധം അനിവാര്യമായി വരുന്ന ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ പോലും സന്ധി സംഭാഷണങ്ങൾക്കാണ് ദീന് അത്യധികം പ്രാധാന്യം കൊടുക്കുന്നത്. അനിവാര്യമായി വന്നാൽ തന്നെ യുദ്ധ നിയമങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ സഹാബത്തിന് കൊടുത്ത ഓരോരോ നിർദ്ദേശങ്ങൾ നമുക്കറിയാം. വീട് നശിപ്പിക്കരുത്, തണൽ മരങ്ങൾ മുറിക്കരുത്, ജലസംഭരണികൾ തകർക്കരുത്, മക്കളെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, പിന്നെ നാൽക്കാലികളെ ഉപദ്രവിക്കരുത്. എന്തല്ല, പിന്നെ ആരെ എന്താ ചെയ്യാന്നാ ചോദിക്കുന്നത്. അങ്ങനെ വരെ ചോദിക്കുന്നുണ്ടാവുന്നു അല്ലേ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കയ്യേറ്റങ്ങൾ ഒരുപാടുണ്ടാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. ഏത് മേഖലകളിലും അധിനിവേശങ്ങൾ വരുന്നു. തെമ്മാടി രാജ്യങ്ങൾ, തെമ്മാടി രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കാൻ ആവും വിധമുള്ള അധർമ്മങ്ങൾ ചില ആളുകളിൽ ചില മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സഹോദരങ്ങളെ, ലക്ഷങ്ങളെയല്ല, അതിനപ്പുറമുള്ള മനുഷ്യരുടെ ജീവനുകളെ കവർന്നെടുത്ത ചില ആളുകൾ ഇപ്പോഴും അധർമ്മങ്ങളുടെ കൂടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവർക്ക് അതിന് ശക്തി പകരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന് പലരും നിമിത്തങ്ങളായി തീർന്നിട്ടുണ്ടാവും. നമ്മളതൊക്കെ പരിശോധിക്കാൻ നമുക്ക് സമയമല്ല. പക്ഷേ
മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതം ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തോടു കൂടി വരുമ്പോ കൃത്യമായി ഈ ഭാഗങ്ങൾ എന്താണെന്നുള്ളത് മുഅ്മിനുകളായ നമ്മൾ പഠിച്ചിരിക്കണം. ആരെയൊക്കെ നമുക്ക് വലിയകളായി സ്വീകരിക്കാം, ആരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള പഠനങ്ങൾ കൃത്യമായി നമുക്ക് വരണം. പക്ഷെ നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമായി കൊള്ളണമെന്നില്ല. കാരണം വാർത്താ മാധ്യമങ്ങളും ചാനലുകളൊക്കെ വിലക്കെടുക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് സത്യമായി കൊള്ളണമെന്നില്ല. പക്ഷെ ഒരൊറ്റ സംഗതി നമുക്ക് പറയാം, സമാധാനത്തിന് വേണ്ടി നമ്മൾ തേടണം. സമാധാനത്തിന് വേണ്ടി നമ്മൾ തേടണം. പശ്ചിമേഷ്യയുടെ GCC നാടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് പോലും അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഫലമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വേറൊരു രാജ്യത്തേക്ക് നമ്മൾ നോക്ക്, അവർ തന്നതിൻ്റെ ഒരു തുള്ളി വെള്ളം നമ്മൾ അനുഭവിക്കുന്നുണ്ടാവില്ല. യൂറോപ്യൻ നാടുകളിലേക്ക് പോകുന്നു, ഒരു നയാ പൈസ കൊണ്ട് കൊണ്ടുവരാൻ കഴിയോ? ഇല്ലല്ലോ. ഏത് അനുഗ്രഹവും കിട്ടുന്നത് അവിടെയാണ്. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെയും കൂടി അസ്വസ്ഥതകളാണ്. ലോകത്ത് നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുന്നു എന്ന് പറയുന്നത് അത് അത്യധികം വേദനയാണ്. എല്ലാ മനുഷ്യരുടെ വേദനകളാണ്. അതുകൊണ്ട് അധർമ്മികളായ ആളുകളുടെ കൈകളെ തളർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. അതെപ്പോഴും ശക്തമായി നിലകൊള്ളണം. എത്ര വരെ എന്ന് ചോദിച്ചാൽ, പിഞ്ചു മക്കളെ കൊന്ന് അവരിങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കിരാതന്മാർക്കെതിരെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ധിക്കാരികളായ, അധർമ്മകാരികളായ, ഈ ലാലിമീങ്ങളായ എല്ലാ ശക്തികളെയും അള്ളാഹു തകർത്ത് അവന് കീഴ്പ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അവന്റെ മഹത്തായ ഫള് കൊണ്ട് ആശ്വാസവും സമാധാനവും തന്ന് നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാതരം മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ രാജ്യങ്ങളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടു പുറത്തു മാപ്പാക്കി തന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തുമുള്ള ജീവിതം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ അവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.